ഒരു ഗ്രാമം തൻ്റെ സന്ദേശം മനസ്സിലാക്കി തുടങ്ങിയെന്ന് ബോധ്യമായ ഗ്രാമത്തിലെ മുസ്ലിം സമൂഹം ഭയപ്പെട്ടോടിയ ഹിന്ദുക്കളെ സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചു വരാൻ അനുവദിക്കാമെന്ന് സമ്മതിച്ചാൽ 5, 10, 15 നാഴിക ദൂരെയുള്ള അടുത്ത ഗ്രാമത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുകയായി. നീക്കുപോക്കില്ലാത്ത വിധം കൃത്യം 7 മണിക്കാണ് അദ്ദേഹം യാത്ര തിരിക്കുക. ശ്രീരാംപൂരിൽ നിന്നും പോയ പോലെ തന്നെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ കൊച്ചു സംഘം മുന്നോട്ട് നീങ്ങും. മാന്തോപ്പുകളിലൂടെ നുരയും പതയുമായി പച്ച നിറത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളുടെ തീരത്തുകൂടി അവർ അടുത്തു വരുമ്പോൾ വാത്തുകളും കാട്ടുതാറാവുകളും പറന്നുയരും. തെങ്ങിൻ തോട്ടങ്ങളും കുറ്റിക്കാടുകളും ചുറ്റിപ്പോകുന്ന അവരുടെ വഴി ഇടുങ്ങിയതായിരുന്നു. കല്ലും ചരലും പൊന്തി നിൽക്കുന്ന വേരുകളും ആ വഴികളിൽ നിറഞ്ഞു കിടന്നു. ചിലപ്പോൾ കൊച്ചു ഘോഷയാത്ര കണങ്കാൽ വരെ എത്തുന്ന ചെടിയിലൂടെയായിരിക്കും ഞെരുങ്ങി നീങ്ങേണ്ടി വരും. അടുത്ത താവളത്തിലെത്തുമ്പോഴേക്കും 77കാരനായ ആ മഹാത്മാവിൻ്റെ നഗ്നപാദങ്ങൾ വീർത്തി വേദനിക്കുന്നുണ്ടാവും. തൻ്റെ അടുത്ത കടമയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ പാദങ്ങൾ അദ്ദേഹം ചൂടുവെള്ളത്തിൽ മുക്കിവെക്കും. പിന്നീട് തൻ്റെ പ്രായശ്ചിത്ത പര്യടനത്തിലെ ഒരേ ഒരു സുഖലോലുപതയിൽ അദ്ദേഹം മുഴുകും. ആ രക്തസാക്ഷിത്വം ആർജിച്ച പാദം ഒരു കല്ലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദര പൗത്രിയും സന്തത സഹചാരിയുമായ മനു തടവും. 30 കൊല്ലക്കാലം ആ തേഞ്ഞ കാലടികൾ ഒരു ഉപഭൂഖണ്ഡത്തിലെ ദരിദ്ര ജനകോടികളെ പ്രാർത്ഥനയിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവയാണ്. ഇന്ത്യയുടെ ഓണങ്കേറ ആ മൂലകളിലേക്കും താനിപ്പോൾ സന്ദർശിക്കുന്നത് പോലുള്ള ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലേക്കും കുഷ്ഠരോഗികളുടെ ചെളികെട്ടിയ സങ്കേതങ്ങളിലേക്കും തൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വൃത്തികെട്ട ചേരിപ്രദേശങ്ങളിലേക്കും